വാർത്ത പറന്നിറങ്ങുന്നവരെ വലവിരിച്ച് പിടിക്കാനായി NIA നീക്കങ്ങൾ തുടങ്ങി. അതായത് ട്രംപ് അവിടെ നിന്ന് സൈനിക വിമാനത്തിൽ കയറ്റി അയക്കുന്നവരെ ഇവിടെ NIA കൃത്യമായി പ്രാഥമികമായ അന്വേഷണങ്ങൾ നടത്തിയതിനു ശേഷം മാത്രമേ ബന്ധുക്കൾ അവരെ കാണാൻ അനുവദിക്കുന്നുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പഞ്ചാബിലെത്തിയ രണ്ടുപേർ, സന്ദീപ് പ്രദീപ്, രണ്ടുപേർ ഇവിടെ നിന്ന് കൊലപാതകം ചെയ്തിട്ട് അമേരിക്കയിലേക്ക് ഏജൻസി വഴി ചേക്കേറിയവരാണ്. അവിടെ നിന്ന് നാടുകടത്തിൽ തിരിച്ച് ഇവിടെ എത്തി NIA പിടിച്ചു. അതാണ് വിവരങ്ങൾ. അപ്പോൾ ഈ വരുന്നവരൊക്കെ ഇത്തരത്തിൽ ഇന്ത്യക്കെതിരെ നിലപാടെടുക്കുന്നവരും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുകൊണ്ട് തീവ്രവാദ ശക്തികളെ സംരക്ഷിക്കുന്നവരും കൊലപാതക കേസുകളിലെ പ്രതികളും ഒക്കെയാണ്. ഇങ്ങനെയുള്ളവരെയാണ് സംരക്ഷിക്കാനായി നമ്മൾ ഇവിടെ കിടന്ന് നിലവിളിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരുന്ന ആളുകളെ, അമേരിക്കയിലെ മുഴുവൻ ആളുകളെയും, അതായത് അനധികൃതമായി കയറിക്കൂടിയിട്ടുള്ള മുഴുവൻ ആളുകളെയും എല്ലാ രാജ്യങ്ങളിലേക്കും, അതായത് അവരവരുടെ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചയക്കാൻ തന്നെയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ തീരുമാനം. നരേന്ദ്രമോദി അമേരിക്കയിൽ പോയിട്ട് ഇതിനെതിരെ ഒന്നും ശബ്ദിച്ചില്ല, മിണ്ടിയില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ കേൾക്കാതിരുന്നതായിരിക്കാം ഒരു പക്ഷേ, എനിക്കറിയില്ല. പക്ഷേ നരേന്ദ്രമോദി കൃത്യമായി ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഒരു രാജ്യത്തും അതിക്രമിച്ച് കടന്നിട്ട് അവിടുത്തെ നിയമം തെറ്റിച്ച ആളുകളെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിയമപരമായി നാട് കടത്തൽ രീതിയോട് യോജിപ്പാണുള്ളത്. അത് കൃത്യമായി നരേന്ദ്രമോദി അവിടെ പറഞ്ഞു. ഇവിടെ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നരേന്ദ്രമോദി ഒന്നും പറഞ്ഞില്ലേ? അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ നാട് കടത്തിക്കോളൂ എന്നാണ് പറഞ്ഞത്. കാരണം ഇവിടേക്ക് വന്ന ഒരു മനുഷ്യൻ, അതായത് ഇന്ത്യയിലേക്ക് ഒരാൾ ഇല്ലീഗലായിട്ട് കടന്നു വരികയാണെങ്കിൽ നമ്മൾ അവരെ പൂമാലയിട്ട് സ്വീകരിക്കുമോ? ഇല്ല. അവർ കൃത്യമായിട്ട് അവർ തിരുവനന്തപുരത്ത് വരെ ഈ ഇങ്ങനെ അനധികൃതമായി കടന്നു വരുന്ന ആളുകളെ പാർപ്പിക്കാൻ ആവശ്യമായ ജയിൽ സംവിധാനം ഉണ്ട് എന്നുള്ളത് ഇവിടെയുള്ള ആളുകൾക്ക് ആർക്കെങ്കിലും അറിയാവോ എന്നുള്ളതാണ് എൻ്റെ സംശയം. നമ്മുടെ കേരളത്തിലുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും ഇതിൻ്റെ കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന ആളുകളെ എല്ലാം പാർപ്പിക്കുന്നത് അമൃത്സറിലാണ്. അമൃത്സർ എന്ന് പറയുന്നത് പഞ്ചാബിലാണ്. പഞ്ചാബിലെ അമൃത്സർ നഗരത്തിൽ സ്ഥാപിച്ച ക്യാമ്പിലാണ് ഈ ആളുകളെല്ലാം നേരിട്ടെത്തിക്കുന്നത്. എന്നിട്ട് അവിടെ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എടുക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്. എന്തിനാണ് ഇവർ അമേരിക്കയിലേക്ക് പോയത്, ഇവരുടെ ഡീറ്റെയിൽസ് എന്താണ്, ഇവരുടെ കാര്യങ്ങൾ എന്താണ്, അതെ, ഏതെല്ലാം ഏജൻസികളാണ് ഇവരെ കൊണ്ടുപോയിട്ടുള്ളത്, ഇവർ ഏത് വഴിയാണ് പോയിട്ടുള്ളത്, ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു, എങ്ങനെ തരംതിരിക്കുകയാണ്. എന്നിട്ട് ഈ പറയുന്നത് പോലെ അവിടെ ഈ ഗസയ്ക്ക് അനുകൂലമായി, പാലസ്തീൻ അനുകൂലമായിട്ടൊക്കെ മുദ്രാവാക്യം വിളിച്ച വിദ്യാർത്ഥി ആളുകളുണ്ട്. ഇവരെ ഒരു കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ കൊലപാതകികളായിട്ടുള്ള, ഇവിടെ നിന്ന് കൊലപാതകം അടക്കം ചെയ്തു പോയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ പ്രത്യേകം കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അമേരിക്കയിൽ പോയിട്ട് കൊലപാതകവും ഈ പറയുന്ന കത്തിക്കുത്തും കൊള്ളയും ഒക്കെ നടത്തിയ ചില ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ വേറൊരു രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഒരു തെറ്റ് ചെയ്യാത്തതെന്ന് ഞാൻ പറയുന്നത് ഇല്ലീഗൽ എമിഗ്രേഷൻ ആയി ബന്ധപ്പെട്ട് മാത്രം, പിന്നെ അനധികൃത കുടിയേറ്റക്കാരായി മാത്രം നിൽക്കുന്ന ആളുകളെ ഇവിടെ തന്നെ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ സർക്കാർ തീരുമാനിച്ചേക്കുമെന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. ഇത് കൃത്യമാണ്. തെറ്റ് ചെയ്ത ആളുകളെ ശിക്ഷിക്കും. ഒരു കാര്യത്തിലും അതിൽ നമ്മൾ സംശയം വിചാരിക്കേണ്ട കാര്യമില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ ഇരുന്ന് ഒരുപാട് ആളുകൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അനധികൃത കുടിയേറ്റക്കാരെ ഇവിടെ കൊണ്ടുവന്ന് കൈയും കാലും കെട്ടിക്കൊണ്ടുവരുന്നേ, കൈ കെട്ടിക്കൊണ്ടുവരുന്നേ, കാല് കെട്ടിക്കൊണ്ടുവരുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഇതൊക്കെ ചോദിക്കുന്ന ഈ സുഡാപ്പി കുഞ്ഞുങ്ങളോട് അല്ലെങ്കിൽ ആളുകളോട്, ഇവൻ്റെയൊക്കെ വീട്ടിൽ രാത്രി ഒരു കള്ളം കയറിയാൽ ഇവൻ എന്താ ചെയ്യുക? വരൂ കള്ള, ഇരിക്കൂ, നിങ്ങൾക്ക് ഞാൻ അല്പം ജ്യൂസ് തരട്ടെ എന്നും പറഞ്ഞിട്ട് ഇവനെ സ്വീകരിച്ചിരുത്തുമോ? പോലീസ് വന്നിട്ട് പോലീസ് വരുന്നതിന് മുമ്പ് അടിക്കും. അവൻ്റെ വകയൊരു അടി കഴിയും, നാട്ടുകാരുടെ വകയൊരു അടി കഴിയും. എന്നിട്ട് ഈ പോലീസ് സ്റ്റേഷനിലേക്ക്, പോലീസ് ജീപ്പിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു അടി അവർ കഴിയും. എന്നിട്ട് ഈ പോലീസുകാരുടെ വക ഒരു അടി ഉണ്ടാവും. ഹാൻഡ് കഫ് വെച്ചിട്ട് തന്നെയാണ് ഇവരെ കൊണ്ടുപോവുക. കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ ഹാൻഡ് കഫ് വെക്കും. ഈ കുറ്റവാളികൾക്കെല്ലാം കൊടുക്കുന്ന നിയമമാണ്. അല്ലയോ നമ്മുടെ ഭാരതീയരാണ്, നമ്മുടെ കേരളക്കാരാണ്, നമ്മളൊരു ജില്ലക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് കുറ്റത്തിൽ എന്തെങ്കിലും ഇളവ് കൊടുക്കാറുണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് നിയമം. അമേരിക്കയിലെ നിയമം എന്ന് പറയുന്നത് അവിടത്തേക്ക് നുഴഞ്ഞു കയറുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ ക്രിമിനൽ കേസാണ്. ആ കേസിനകത്ത് പെട്ട ആളുകളെ കയ്യും കാലും ബന്ധിച്ച ശേഷം മാത്രമേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി പറയാം. നമുക്ക് കേൾക്കുമ്പോൾ വലിയ സങ്കടം തോന്നും, കയ്യും കാലും ബന്ധിച്ച് കൊണ്ടുവരുന്നു എന്ന് പറയുന്നത്. ഇവർ സ്വന്തം തെറ്റ് ചെയ്തുകൊണ്ടാണ് കയ്യും കാലും ബന്ധിച്ചത് എന്ന് നമ്മൾ ഓർക്കണം. രണ്ടാമത്തത്, വനിതകൾക്ക്, അതായത് സ്ത്രീകളായിട്ടുള്ള ആളുകളുടെ കയ്യും കാലും ബന്ധിക്കുന്നില്ല, കുട്ടികളുടെ കയ്യും കാലും ബന്ധിക്കുന്നില്ല. ഫസ്റ്റ് എയ്ഡ്, അതായത് അത്യാവശ്യത്തിനുള്ള ഫസ്റ്റ് എയ്ഡ് മെഡിസിൻസ് അവിടെ കൊടുക്കുന്നുണ്ട്, കുടിവെള്ളം കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത് മൂത്രമൊഴിക്കാൻ പോകുന്ന സമയത്ത് ഈ പറയുന്ന ആൻകഫ് അയച്ചു കൊടുത്തില്ല എന്നുള്ളതാണ്. മൂത്രമൊഴിക്കാൻ പോകുന്ന ആണുങ്ങളുടെ കൂടെ സെക്യൂരിറ്റി ഓഫീസേഴ്സ് പോകുന്നുണ്ട്. അവരതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്തെങ്കിലും എന്നെ ട്രോളിക്കോ ചോദിക്കും വേണ്ട, അതിന് കൃത്യമായി എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. കാരണം ഇവർക്ക് ആൻകഫ് അഴിക്കാത്തത് ഇതിൽ വലിയ ക്രിമിനൽസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇല്ലീഗൽ എമിഗ്രൻസ് എന്ന് പറഞ്ഞ് ഏത് വിഭാഗത്തിലുള്ള ആൾക്കാരാണെന്ന് അറിയില്ല. ഒരു വിമാനത്തിൽ ഒരു വ്യക്തി വിചാരിച്ചാൽ ആ വിമാനം മുഴുവൻ എന്തെക്കാൻ കഴിയും? പ്രശ്നം ഉണ്ടാക്കാൻ കഴിയും.
ഒന്ന് സ്ക്രാച്ച് ചെയ്താൽ മതി വിമാനത്തിൻ്റെ കാര്യങ്ങളിൽ സുരക്ഷയിൽ ബുദ്ധിമുട്ട് വരാൻ. ഇതൊന്നും അറിയാത്ത ആളുകളല്ലല്ലോ. അപ്പോൾ അവരെ ആ രീതിയിൽ മാത്രമേ കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. ഇത് പറഞ്ഞുകൊണ്ടാണ് ഇവിടെയുള്ള ആളുകളെല്ലാം ഈ മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവിടേക്ക് വന്ന ഈ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടേക്ക് വരുന്ന ജോലിക്ക് വേണ്ടി വരുന്ന ആളുകളുണ്ട്. കാലങ്ങളോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചിട്ട് അവിടെ സ്വർഗ്ഗമാക്കി മാറ്റി അവിടുത്തെ ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്ന വാർത്ത ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ പറയുക? നമ്മൾ പറയാം അന്യസംസ്ഥാനക്കാർ ഇവിടെ കൂടി വരികയാണ്, നമ്മുടെ ജോലിയില്ല, ഇവരെ അടിച്ചോടിക്കണം എന്നൊക്കെ പറഞ്ഞ പല കമൻറ്റുകളും ഞാൻ കണ്ടിട്ടുണ്ട്. പല മലയാളികളുടെ ഒരു പ്രദേശത്ത് ഒരു അന്യസംസ്ഥാന തൊഴിലാളി വന്നൊരു പ്രശ്നം ഉണ്ടാക്കിയാൽ പറയുന്നില്ലേ, ഒരു പ്രദേശത്ത് ഒരു തൊഴിലാളി വന്ന് അന്യസംസ്ഥാന തൊഴിലാളി വന്നൊരു പ്രശ്നം ഉണ്ടാക്കിയാൽ ആ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് തീർത്ത് തെറിയാണ്. ഇവരെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, കെട്ടിക്കണം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മുടെ ഭാരതത്തിലെ ഒരാളുകളെ പറ്റി നമുക്കിതാണ് ചിന്ത എങ്കിൽ ഇന്ത്യയിലെ ഒരു വ്യക്തി അവിടെ പോയിട്ട് തെറ്റ് ചെയ്താൽ ഈ അമേരിക്കൻ ഗവൺമെൻറ് എന്ത് ചെയ്യുന്ന ഇവർ വിചാരിച്ച് ഇവരെ പൂവിട്ട് പൂജിച്ച് പാലും പഴവും ഒക്കെ കൊടുത്ത് നിൽക്കുന്നതാണോ? ഇതൊരൊറ്റ കാര്യമാണല്ലോ. ഇതിൻ്റെ പുറകിലുള്ള കാര്യം എന്ന് പറയുന്നത് അന്ധമായ മോദി വിരോധം മാത്രമാണ് ഇവർക്കുള്ളത്. പിന്നെ ജോ ബൈഡൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ ഇത്തരം ആളുകളെയൊക്കെ കൊണ്ടുവന്നിരുന്നു. ആ കൊണ്ടുവന്നത് വളരെ കുറച്ച് ആളുകളെയാണ് കൊണ്ടുവന്നത്. ഒന്ന്. രണ്ടാമത്തത്, ഈ രീതിയിലുള്ള ഒരു പ്രത്യേക മിഷൻ തയ്യാറാക്കിയിരുന്നില്ല. ആ സമയത്ത് അവർ എന്ത് ചെയ്തു? വിമാനത്തിൽ കൊണ്ടുവന്നു, അവിടെ ഇറക്കി, അവർക്ക് ഗവൺമെൻറ്റിന് കൈമാറി അവരെ ക്യാമ്പിലേക്ക് മാറ്റി. അത് പുറത്തു നിന്ന് പോയി ഷൂട്ട് ചെയ്യാനോ മറ്റ് വിവരങ്ങൾ എടുക്കാനോ ഒന്നും ഭാഗമായിരുന്നില്ല. പക്ഷേ ഇത് അമേരിക്കൻ ഗവൺമെൻറ് തന്നെ അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മളിവിടെ അറിയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇവർ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ജോ ബൈഡൻ്റെ കാലഘട്ടത്തിൽ ഇവരെ കൈ കെട്ടി കൊണ്ടുവന്നത് അവരുടെ സിവിൽ ലോ എന്ന് പറയുന്നത്, ക്രിമിനൽ ലോ എന്ന് പറയുന്നത്, ഇതൊക്കെ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത് അവിടുത്തെ സിവിൽ ലോ ഒക്കെ ആയാലും ക്രിമിനൽ ലോ ഒക്കെ ആയാലും അവരുടെ പ്രാധാന്യം അവർ അതിന് ആ രീതിയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അത് ഡൊണാൾഡ് ട്രംപ് ആയാലും ഈ പറയുന്ന ജോ ബൈഡൻ ആയാലും ഇനി വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നിന്ന് അതായത് ഭരണം അവസാനിപ്പിച്ചു പോയ ജോർജ് ബുഷ് ആയാലും എല്ലാവരും അത് സെയിം ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഭാരതത്തിനെതിരായിക്കൊണ്ട് എന്തെങ്കിലും കിട്ടിയാൽ അത് പറയാമെന്ന് കരുതിയിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അത്തരക്കാരോട് എന്താണ് പറയേണ്ടതെന്ന് നമുക്കറിയില്ല. കാരണം തെറ്റ് ചെയ്താൽ തെറ്റിന് ശിക്ഷ കിട്ടിയിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എനിക്കെന്താ തോന്നുന്നത്? അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. തെറ്റായി തന്നെ നമ്മൾ കാണണം എന്നുള്ളതാണ്. എന്തായാലും ഈ പാർത്ഥൻ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. മോദി വിരുദ്ധത അത് തന്നെയാണ്, മോദി വിരോധം അത് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ പലരെയും പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഒരു രാജ്യത്തിൻ്റെ സുരക്ഷ ആ രാജ്യത്തിൻ്റെ ഭരണാധികാരി ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ അമേരിക്കയിൽ അനധികൃതമായി കുടിയേറ്റക്കാർ ഉണ്ട്, അത് ആ രാജ്യത്തെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ ട്രംപിന് ഇന്ത്യ ആണെന്നോ ബംഗ്ലാദേശ് ആണെന്നോ അല്ലെങ്കിൽ ചൈനയാണെന്നോ ഒന്നും ട്രംപിന് നോക്കേണ്ട കാര്യമില്ല. ട്രംപിന് അമേരിക്കയുടെ സുരക്ഷയും വികസനവും മാത്രമാണ് ട്രംപിൻ്റെ ലക്ഷ്യം. ട്രംപ് തീർച്ചയായിട്ടും തൻ്റെ രാജ്യത്തിൻ്റെ സുരക്ഷ നോക്കിക്കൊണ്ട് സൗഹൃദമൊക്കെ മാറ്റിവെച്ചിട്ട് തൻ്റെ രാജ്യത്തിൻ്റെ സുരക്ഷയാണ് ട്രംപിന് വലുത്. ട്രംപ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യും. ഇന്ത്യ വരുന്നവരെല്ലാം കൈനീട്ടി സ്വീകരിക്കുന്നു എന്ന് കരുതിക്കൊണ്ട് എല്ലാ രാജ്യങ്ങളും വരുന്നവരെ കൈനീട്ടി സ്വീകരിച്ച് ഇവിടെ ചോറും കൊടുത്ത് ഇവന്മാർക്ക് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ തന്നെ തിരിയാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് പോലെ മറ്റ് രാജ്യങ്ങൾ അവരുടെ രാജ്യത്തിരുന്നുകൊണ്ട് അവരുടെ രാജ്യത്തെ തകർക്കാനായുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമോ? ഇല്ല. അതെല്ലാ രാജ്യങ്ങളും അങ്ങനെയാണ്. ഇന്ത്യ അതിഥി ദേവോ ഭവ എന്ന കാര്യത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഏത് തീവ്രവാദി വലിഞ്ഞു കയറി വന്നാലും ഇന്ത്യ അറിയുന്നത് അവൻ ഇവിടെ ഇരുന്നിട്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴാണ് ഇങ്ങനെ ഒരു പിടികിട്ടാ പുള്ളി അന്യ സംസ്ഥാനത്ത് നിന്ന് വന്നിട്ടുണ്ട്, അത് കേരളത്തിലാണെന്ന് നമ്മൾ പോലും തിരിച്ചറിയുന്നത്. അപ്പോൾ എല്ലാ ഭരണാധികാരികൾക്കും അവരുടെ രാജ്യം വലുതാണ്, രാജ്യസുരക്ഷ വലുതാണ്. അതുകൊണ്ട് ട്രംപ് ചെയ്തതിൽ ഒരു തെറ്റുമില്ല. ഇപ്പം തന്നെ കൊലക്കേസിലെ പ്രതികളെയാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മളൊന്ന് നിലവിളിക്കേണ്ട. NIA അവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായി നോക്കുന്നുണ്ട്. കേന്ദ്ര ഏജൻസികൾ അവരെ എടുത്തോളും. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് മോദി അവിടെ പോയിട്ട് ഇവരെ ഇല്ലീഗൽ എമിഗ്രൻസ് ആയിട്ടുള്ള ആളുകളെ, കുറ്റവാളികളെ നിങ്ങൾ ഇങ്ങോട്ട് അയക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ ചെയ്തോളൂ എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തത്, നമ്മൾ അവരെ കൈനീട്ടി സ്വീകരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ മര്യാദ. തീർച്ചയായിട്ടും.